ജപ്പാൻ പേര നിറയെ പൂവിടുന്നു, അതിൽ കായപിടുത്തമില്ല എന്നുള്ള പരാതി പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിലും കണ്ടോ നിറയെ ബഡ്ഡുകളാണുള്ളത്. ഇവിടെയും നിറയെ പൂവുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിലെ കായപിടുത്തം വളരെ കുറവാണ് എന്നുള്ള ഒരു നെഗറ്റീവ് നമ്മുടെ ജപ്പാൻ പേരയ്ക്കുണ്ട്. ഇത് ഏകദേശം ഒരു 2 വർഷം മുന്നേ 2022 ഓഗസ്റ്റിൽ നമ്മുടെ റാസ് ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച തൈയാണ്. 500 രൂപക്ക് അന്ന് വാങ്ങിച്ചൊരു കുഞ്ഞു തൈയായിരുന്നു. ഇപ്പോൾ ഇത് അത്യാവശ്യം മരമൊക്കെ മൂത്ത് അത്യാവശ്യം നല്ല ഫ്ലവറിങ് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും കായപിടുത്തം കുറവാണ്. ഇതെനിക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം ആണ് ജപ്പാൻ പേരയെക്കുറിച്ച്. കൊണ്ട് എല്ലാ കമ്പിലും ഇത് നിറയെ പൂവും മുട്ടും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ കായപിടുത്തം വളരെ കുറവാണ്. ഇതിന് വല്ലപ്പോഴും മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ മറ്റ് ഹോർമോൺസോ പ്ലാനോഫിക്സ് അല്ലെങ്കിൽ മിറാക്കുലാൻ പോലെ ഫ്രൂട്ട് സെറ്റ് ആവാൻ വേണ്ടിയുള്ള മറ്റ് ഹോർമോൺസോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പിന്നെ വളവോ കാര്യമൊക്കെ അത്യാവശ്യത്തിന് കൊടുക്കാറുള്ളൂ. അത്യാവശ്യം മീൻസ് കുറവാണ് കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതും ഒരു പോരായ്മ ആയിരിക്കാം. എങ്കിലും മറ്റ് പേരകൾ ഫ്രൂട്ട് സെറ്റ് ആവുന്നത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് കായപിടുത്തം കുറച്ച് കുറവുണ്ട്. പക്ഷേ അതീവ രുചികരമായിട്ടുള്ളൊരു പേര തന്നെയാണ് ജപ്പാൻ പേര. ഓക്കെ, അപ്പോൾ ഈ വീഡിയോക്കടിയിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ജപ്പാൻ പേര ഒരു 2 വർഷം കഴിഞ്ഞതെങ്കിലും നല്ല രീതിയിൽ കായ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.